എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ലത. ഇന്ന് ഞാനൊരു കോവയ്ക്ക തീയലാണ് ഉണ്ടാക്കുന്നത്. കോവയ്ക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരു പച്ചക്കറിയാണ്. അതായത് എല്ലാവരും ഉപയോഗിക്കാറുമുണ്ട്. പണ്ട് കാലത്ത് ഇതിന്റെ ഗുണങ്ങളൊന്നും അത്രയ്ക്ക് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഷുഗർ കുറയ്ക്കും, പിന്നെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്, ഒരു ഓൾമോസ്റ്റ് കുറേ എലമെന്റ്സ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഫൈബർ കണ്ടന്റ് ധാരാളമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത് ന്യൂട്രീഷണലി ഭയങ്കര ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ കോവയ്ക്ക മിക്ക ഇതിലും ഇടാറുണ്ട്. സാമ്പാറിലും അവിയലിലും ഒക്കെ ഞാൻ ഇടാറുണ്ട്. തോരനും മെഴുക്കുവരട്ടിയും ഒക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ കോവലം നട്ട് വളർത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് പുറകെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കോവയ്ക്ക തീയൽ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ കിച്ചണിലേക്ക് പോകാം. ഇവിടെ ഞാനൊരു 7 കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി കട്ട് ചെയ്തെടുക്കണം. ഒരു 8 കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് വറുത്തെടുക്കണം. വറുത്തരച്ചാണ് തീയൽ വെക്കുന്നത്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ ഒരു തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മൾ ഈ തേങ്ങ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. കൈവിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഫ്ലെയിം എന്നിട്ട് കുറച്ചൊന്ന് കുറച്ച് വെക്കാം. വേണമെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. തേങ്ങ ചെറുതായി ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോഴത്തേക്കും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്കും ഇത് ഒന്ന് നല്ലപോലെ ബ്രൗൺ നിറമായിട്ട് വന്നോളും. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കണം. എടുത്ത കൂട്ട് മാറ്റി വയ്ക്കാം, അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അത് നല്ലപോലെ അരച്ചെടുക്കാം. ഇവിടെ ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. സ്റ്റൗ ഓൺ ചെയ്യണം. എന്നിട്ട് നമ്മൾക്ക് ഈ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്താൽ മതി. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് വറുത്തതിന് ശേഷമാണ് ഞാൻ ഈ കോവയ്ക്ക ഇതിലേക്ക് ഇടാൻ പോകുന്നത്. കോവയ്ക്കയുടെ കൂടെ 2 പച്ചമുളക് കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ. കോവയ്ക്ക ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കണം. ചെറിയ തീയിൽ കിടന്ന് ഇതൊന്ന് വാടി വരണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. കോവയ്ക്ക് ഇപ്പം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. മുളക് പൊടി 1 ടീസ്പൂണും ചേർക്കുന്നുണ്ട്. ഇനി വീണ്ടും ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾക്ക് ഇതിപ്പോൾ ഹാഫ് കുക്ക്ഡല്ലേ ആയിട്ടുള്ളൂ. ഇനിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കണം. ഇനി ചെറിയ തീയിൽ കിടന്ന് അവിടെ ഒന്ന് വെന്തോട്ടെ. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ പിഴിഞ്ഞെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പും അല്പം വെള്ളം ചേർത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് തിളച്ചാൽ മതി, കറി റെഡിയാവും. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കണം.
എൻ്റെ കോവയ്ക്ക തീയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്.